അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാമൊക്കെ യഥാർത്ഥത്തിൽ നോമ്പുകാരാണോ? അതല്ല നമ്മുടേത് വെറും പട്ടിണിയാണോ? വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി ചോദിച്ചതല്ല. പുണ്യ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഒരു ഹദീസ് വായിക്കുമ്പോൾ അപ്രകാരം തോന്നിപ്പോകുകയാണ്. മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, റുബ്ബ സ്വാഇമിൻ ലൈസ ലഹു മിൻ സിയാമിഹി ഇല്ലൽ ജൂ'. എത്രയോ നോമ്പുകാര് അവർക്ക് അവരുടെ നോമ്പിൽ നിന്ന് പ്രതിഫലമായി ലഭിക്കുന്നത് വിശപ്പും ദാഹവും മാത്രമാണ്. നോമ്പനുഷ്ഠിച്ചതിൻ്റെ പേരിൽ അവർക്ക് വിശപ്പും ദാഹവും മാത്രമാണ് കിട്ടുന്നത്, ഒരു കൂലിയുമില്ല. എന്താണ് അർത്ഥം? എന്താണ് അതിന് കാരണമെന്ന് നിങ്ങൾക്കറിയോ? മറ്റൊരു ഹദീസിലൂടെ അത് വ്യക്തമായി പറയുന്നുണ്ട് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നിന്നും ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് കാണാം. മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബിഹി ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. ഒരു മനുഷ്യൻ ചീത്തയായ സംസാരങ്ങൾ, ചീത്തയായ പ്രവർത്തനങ്ങൾ, മോശപ്പെട്ട പ്രവണതകൾ ഇതൊന്നും ഉപേക്ഷിക്കാൻ തയ്യാറല്ല എങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫീ അൻ യദഅ തആമഹു വശറാബഹു. അവനവന്റെ ഭക്ഷണവും പാനീയവും മാത്രം ഒഴിവാക്കി വെക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ചുരുക്കത്തില് ഭക്ഷണവും പാനീയവും വെടിഞ്ഞു എന്നതുകൊണ്ട് മാത്രം നോമ്പാകുകയില്ല. നോമ്പാകണമെങ്കിൽ എന്തു വേണം? നോമ്പിന് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലൊക്കെ അർത്ഥം കൊടുത്തിട്ടുള്ളത് അൽ ഇംസാക്കു എന്നാണ്, പിടിച്ചു നിർത്തുക. എന്തിനെ? സ്വന്തം ശരീരത്തെ, ഭക്ഷണപാനീയങ്ങളെ തൊട്ട്, വികാര വിചാരങ്ങളെ തൊട്ട്, ചീത്തയായ വാക്കുകളെ, ചീത്തയായ പ്രവർത്തനങ്ങളെ, മോശമായ പ്രവണതകളെ, അതിനെ തൊട്ടെല്ലാം സ്വന്തം ശരീരത്തെ പിടിച്ചു നിർത്തുമ്പോഴാണ് യഥാർത്ഥ നോമ്പുകാരനാകുന്നത്. ബാഹ്യമായി ഭക്ഷണപാനീയങ്ങൾ വെടിയുകയും നോമ്പിന്റെ സമയം കളയാൻ വേണ്ടി സിനിമയും സീരിയലും ഒക്കെ കണ്ടിരിക്കുക, മറ്റുള്ളവരുടെ ഗീബത്ത് നമീമത്ത് പറയുക, ഇത്തരക്കാരുടെ നോമ്പിനെ കുറിച്ച് പുണ്യ റസൂൽ പറഞ്ഞത് റുബ്ബ സ്വാഇമിൻ ലൈസ ലഹും മിനസ് സിയാമി ഇല്ലൽ ജൂ'. എത്രയോ നോമ്പുകാരുണ്ട്, അവർക്ക് അവരുടെ നോമ്പിൽ നിന്ന് പ്രതിഫലമായി കിട്ടുന്നത് വിശപ്പ് മാത്രമാണ്. കുറെ വിശപ്പും ദാഹവും സഹിച്ചു എന്നതല്ലാതെ അല്ലാഹു തആലാക്ക് അതുകൊണ്ട് ഒരു പ്രീതിയും കിട്ടുന്നില്ല, അള്ളാഹുവിൽ നിന്ന് അവന് കൂലി ലഭിക്കാനും പോകുന്നില്ല. ഫലൈസ ലില്ലാഹി ഹാജത്തൻ എന്നാ പറഞ്ഞത്. അള്ളാഹ്ക്ക് യാതൊരു ആവശ്യമില്ല ഫീ അൻ യദഅ തആമഹു വശറാബഹു, അവനവന്റെ ഭക്ഷണവും പാനീയവും ഉപേക്ഷിക്കുന്നതിൽ. സൂക്ഷിക്കണം. നാം അള്ളാഹുവിനെ ഭയന്നുകൊണ്ട് ഭാര്യമാരോട് ബന്ധപ്പെടാതെ, മറ്റു പ്രവണതകളിൽ ഏർപ്പെടാതെ, ഭക്ഷണം